God's name be glorified. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I thank God for this opportunity God has given to me. ദൈവം എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. It's been long that I have come here. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. And in this occasion God gave this opportunity to come and meet my sister and also all the loved ones over here. ഈ പ്രത്യേക അവസരത്തിൽ എൻ്റെ സഹോദരിയെയും മറ്റ് സ്നേഹമുള്ളവരെയും കാണുവാൻ ദൈവം ഇടയാക്കി. A short testimony I want to share. എനിക്ക് ചെറിയൊരു സാക്ഷ്യം പറയുവാനായിട്ട് ചുരുക്കമായി ആഗ്രഹിക്കുന്നു. Let me put it as a prayer request. മാത്രമല്ല എന്നൊരു പ്രാർത്ഥന ആവശ്യമായിട്ട് ഞാനത് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Please continue to pray for our family. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. They are serving the Lord in Mysore. അവര് മൈസൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. And they are being in good health and also pray for the church at Mysore. അവിടെയുള്ള മാതാപിതാക്കളെ നല്ല ശാരീരിക സുഖമുള്ളവരായിരിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള സഭയെ ഓർത്തും പ്രാർത്ഥിക്കാം മൈസൂരിലുള്ള. Let's come into the message. സന്ദേശത്തിലേക്ക് വരട്ടെ. Acts chapter 9. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. We will read verses 1 to verse 9. അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. One of the familiar passages we see. നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ് അത്. I request someone to read from verses chapter 9 verse 1 to verse 9. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉദ്ദേശിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അവർ നിലത്തുകൾ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. One of the familiar passages we have just read. നാം ഇപ്പോൾ വായിച്ചത് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. We see Paul is being converted as a Christian. പൗലോസ് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറ്റപ്പെടുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. But if you look back to the beginning of this book, എന്നാൽ ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ we see that Paul is not yet introduced. അവിടെ പൗലോസിനെ അവിടെ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. Only in chapter 8 we see Paul is being introduced as a person persecuting Christians. എന്നാൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായി പൗലോസ് രംഗപ്രവേശനം ചെയ്യുകയാണ്. We see chapter 1 to till chapter 9 we see Peter is emphasized as a main character. അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 9 വരെ നോക്കിയാൽ പത്രോസിനെയാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി അവിടെ കാണുന്നത്. We see Peter standing on the day of Pentecost. പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. We see Peter preaching to the people over there. അവിടെയുള്ളതായ വ്യക്തികളോട് സുവിശേഷം അവർ പത്രോസ് അറിയിക്കുകയാണ്. Coming down those chapters we Peter and John going to the synagogue and preaching the gospel. മുമ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസും യോഹന്നാനും അവരുടെ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയി പ്രസംഗിക്കുന്നു. And if you come down the chapters we see God is using a man called Stephen to preach the gospel. തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്തെഫാനോസ് എന്ന ഒരു വ്യക്തി അവിടെ വചനം അറിയിക്കുകയാണ്. Coming down the next chapter we see God is using a man called Philip to share the gospel to the world. പിന്നെ നാം മുമ്പോട്ട് പോകുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ലോകത്തോട് സുവിശേഷം അറിയിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. But the main character of this book is introduced only in the very later part of this book. എന്നാൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ പിന്നീടാണ് അവർ അവരോധിക്കുന്നത്. അത് ഒന്ന് കാണുവാൻ കഴിയും. If you read the remaining chapters, പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ up to chapter 28 28 വരെ നാം വായിച്ചാൽ we see how
Paul is used by God is mentioned over there. ദൈവം പൗലോസിനെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യം അവിടെ എടുത്തു പറയുകയാണ്. His missionary journeys are mentioned. തന്റെ ആ സുവിശേഷ യാത്രകൾ അവിടെ കാണുകയാണ്. We see how Paul went from places to places preaching the gospel. സുവിശേഷം അറിയിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ യാത്ര ചെയ്തത് അവിടെ കാണുകയാണ്. Now coming to chapter 9, 9-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ verse 1 we read like this: Now Saul, still breathing threats and murder against the disciples of the Lord, went to the high priest. 9-ന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശൗല കർത്താവിന്റെ ശിഷ്യന്മാരെ ഭീഷണിപ്പെടുത്തുകയും മഹാപുരോഹിതന്മാരെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. We see Paul or Saul, which was his name before. അവിടെ നാം പൗലോസ് അല്ലെങ്കിൽ മുമ്പുള്ളവരുടെ പേര് ശൗല് തന്നെ അവിടെ കാണുന്നു. Verse, if you read, come back to the chapter 8. 8-ാം അധ്യായത്തിലേക്ക് പിന്നെ മടങ്ങി വരുമ്പോൾ If you read verse 1, 1-ാം വാക്യം വായിച്ചാൽ we see, and Saul was in hearty agreement with putting Stephen to death. സ്തേഫാനോസിനെ കൊല ചെയ്യുവാൻ തക്കവണ്ണം വളരെ ദൃഢമായിട്ട് നിശ്ചയിച്ച ഒരാളായിരുന്നു താൻ. Just look for a moment, pause for a moment. ഒരു നിമിഷത്തേക്ക് നാം നിന്നാൽ Let us see this incident from the viewpoint of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ആ കണ്ണിൽ കൂടെ നാം ഒന്ന് കാണുക. We see Paul or Saul thought that he was doing the right thing. ശൗല് വിചാരിച്ചു താൻ ശരിയായുള്ള കാര്യം ചെയ്യുന്നു വിചാരിച്ചു. I am following the law of Moses. മോശയുടേതായ പ്രായപ്രമാണം താൻ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ചു. And he went and studied under the Gamaliel. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ഈ ശൗല് പഠിച്ചു. And we see that he was so zealous for these Jewish people. യഹൂദന്മാർക്ക് വേണ്ടി താൻ വളരെ സെലസായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. That is the reason why he was killing Christians. അതുകൊണ്ടാണ് താൻ ക്രിസ്ത്യാനികളെ കൊല്ലുവാനിടയായത്. He thought that by doing this he is doing the right thing. അതുകൊണ്ട് താൻ വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് താൻ ഏറ്റവും ശരിയായ കാര്യം ചെയ്യുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു. He thought that I am pleasing God. താൻ വിചാരിച്ചു ഞാൻ ഇതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. I am offering or doing my best that I can do to please the God of Moses. മോശയുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തനിക്ക് കഴിയുന്നതിൽ ഏറ്റവും നന്ന് താൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. He thought that okay, I'm persecuting Christians in Jerusalem. താൻ യെരുശലേമിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. We will read those verses, chapter 8 verse 1, 2 and 3. Someone can read. 8-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? Now we see that he was responsible for the death of Stephen. സ്തേഫാനോസിന്റെ മരണത്തിന് താൻ ഉത്തരവാദിയായിരുന്നു എന്ന് കാണുന്നു. He thought that okay, by killing Stephen, maybe they will stop the preaching of the gospel. താൻ വിചാരിച്ചു ഒരുപക്ഷെ സ്തേഫാനോസിനെ കൊന്നാൽ സുവിശേഷം അറിയിക്കുന്ന ഒരു അവസാനം ഉണ്ടാകും. He thought that maybe the fear will come into their hearts. ഒരുപക്ഷെ ഭയം അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുവാനിടയാകും. Verse 3 says he began ravaging the church, entering house after house and dragging off men and women, and he put them in prison. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവസഭയെ ഉപദ്രവിച്ച് വീടാന്തോറും ചെന്ന് സ്ത്രീകളെ വരെ വലിച്ചിഴച്ച് തടവ് ഏൽപ്പിക്കുന്നതായിട്ട് കാണും. So according to them he was doing his work faithfully. അവനെ സംബന്ധിച്ച് അവൻ തന്നെ വളരെ വിശ്വസ്തയായിട്ട് തന്നെ വേല ചെയ്യുകയാണ്. And according to the Jewish leaders he was correct. യഹൂദന്മാരുടെ നേതാക്കന്മാരെ അനുസരിച്ച് ആ ചെയ്യുന്നത് വളരെ ശരിയുമായിരുന്നു. The high priest did not stop Saul. ഈ ശൗലിന്റെ പ്രവൃത്തിയെ ഒരിക്കലും മഹാപുരോഹിതൻ അവിടെ നിർത്തുവാനായിട്ട് തടസ്സം ചെയ്യുവാനിടയായില്ല. His teacher Gamaliel did not stop Saul. തന്നെ പഠിപ്പിച്ച ഗമാലിയേലും ഈ ശൗലിന്റെ പ്രവൃത്തിക്ക് തടസ്സം ചെയ്തില്ല. The people who studied with him did not stop Paul. തന്നോട് പഠിച്ചിരുന്നവർ തന്റെ ഈ പ്രവൃത്തിക്ക് തടസ്സം ചെയ്തില്ല. So as gaining the local support, he thought that I am doing something that is pleasing to the Lord. ഈ നിലയിൽ തനിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വളരെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ശരിയാണ് താൻ ചെയ്യുന്നതെന്ന് താൻ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. Now in chapter 9 we see that he is going to Damascus. എന്നാൽ നാം 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ദമസ്കോസ് എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. Before going to the Damascus, he is going to high priest and getting the documents ready
for his journey. തന്റെ ദമസ്കോസിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പായി താൻ മഹാപുരോഹിതന്റെ അടുത്ത് ചെന്ന് ആവശ്യമായ പത്രം താൻ അധികാരപത്രം വാങ്ങുകയാണ്. If you look carefully, Damascus is not part of the kingdom of the Judea, and it is away from it is in northern Syria. നോർത്തേൺ സിറിയയിലെ എന്നാൽ യഹൂദയുടെ പുറത്തായിട്ടുള്ള സ്ഥലമാണ് ഈ ദമസ്കോസ്. Even though those governors of Judah has no control over there, according to the Jewish influence, the high priest, being the main person, has the right to give this document. യഹൂദന്മാർക്ക് ഈ ദമസ്കോസിന്റെ മുകളിൽ അവിടുത്തെ ഗവർണർക്ക് അധികാരമില്ല. എന്നാൽ മഹാപുരോഹിതന്റെ പ്രത്യേക വിശേഷാൽ അധികാരം കൊണ്ട് താൻ ഒരു അധികാരപത്രം കൊടുത്തയക്കുകയാണ്. And he is trying to go to Damascus. അതുകൊണ്ട് താൻ ദമസ്കോസിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. We see in verse 2 we read, and asked for letters from him to the synagogue at Damascus. ദമസ്കോസിലുള്ള സിനഗോഗ് യഹൂദന്മാരുടെ പള്ളിയിലേക്ക് താൻ എടുത്തു ചോദിക്കുകയാണ്. So the news reached to Paul that okay, these people are running away, but whenever they are running away, they are not being silent. They are preaching the gospel wherever they went. പൗലോസിന്റെ ചെവികളിൽ ഒരു കാര്യം എത്തി. ഈ ഓടിപ്പോകുന്ന യെരുശലേമിൽ നിന്ന് ഓടിപ്പോകുന്ന ഈ ജനം അവർ ദൂരെ ഓടിപ്പോയെങ്കിലും അവിടെ മൗനമായിരിക്കുന്നില്ല എന്നുള്ള വസ്തുത തന്റെ ചെവിയിൽ വരുവാനിടയായി. So he took this extreme step. അതുകൊണ്ട് താൻ വളരെ കഠിനമായ ഒരു അടുത്തൊരു പടിയെടുക്കുകയാണ്. He said that if they are going to Damascus, I will also go behind them. അവർ ഇവിടെ നിന്ന് ദൂരെ ദമസ്കസിലേക്ക് പോയാൽ ഞാൻ അവരുടെ പിന്നാലെ ചെല്ലുമെന്നുള്ളത് താൻ പറയുകയാണ്. I want to destroy this lie that they are spreading. അവരെ പറഞ്ഞു പരത്തുന്ന ഈ കള്ളം ഞാൻ അത് നിർത്തലാക്കണം. They are saying that Jesus rose again on the third day. അവർ പറയുകയാണ് മൂന്നാം നാളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. And they are saying that he is equal to God. അവർ പറയുകയാണ് ഈ ക്രിസ്തു ദൈവത്തിന് തുല്യനാണ്. And they are saying that we have to worship this Lord Jesus. മാത്രമല്ല ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് ജനം പറയുകയാണ്. How dare they are? അങ്ങനെയാണ് അതിന് മുതിരുന്നത് അവര്. How can they compare the eternal God with the human? നിത്യനായ ദൈവത്തെ മനുഷ്യനുമായിട്ട് എങ്ങനെ തുലനം ചെയ്യുവാനായിട്ട് കഴിയും? How can they worship him? എങ്ങനെ അവനെ ആരാധിക്കുവാൻ കഴിയും? How can they say that he can forgive the sins? എങ്ങനെ പാപത്തെ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് പറയുവാൻ കഴിയും? I need to stop this lies. അതുകൊണ്ട് ഈ കള്ളത്തരം അവസാനിപ്പിച്ചേ മതിയാകുമെന്ന് ശൗൽ തീരുമാനിച്ചു. I am willing to go to Damascus. അതുകൊണ്ട് ഞാൻ ദമസ്കോസിന്റെ അറ്റത്തോളം പോകുവാൻ തയ്യാറാണ്. I am willing to go to the high priest and take the മാത്രമല്ല മഹാപുരോഹിതന്റെ അടുത്ത് പോയി അധികാരപത്രം വാങ്ങുവാൻ തയ്യാറാണ്. We see that he gathered men and he is on his way to Damascus. നമ്മളെ കാണുന്ന താൻ ആൾക്കാരെ വിളിച്ചുകൂട്ടി ദമസ്കസിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. He has to go there. അവിടെ ചെല്ലണം. He has to bring men and women back to Jerusalem. അവിടെയുള്ള മനുഷ്യരെയും പുരുഷന്മാരെയും സ്ത്രീകളെയും മടക്കി യെരുശലേമിൽ കൊണ്ടുവരണം. It means he needs manpower. അതുകൊണ്ട് തനിക്ക് മനുഷിക ബലം ആവശ്യമാണ്. He needs people to help him. തന്നോട് കൂടെ അനേക ആൾക്കാർ സഹായത്തിനായി ആവശ്യമാണ്. So as gaining the local support, അവിടെ ഉള്ള കൂട്ടത്തിന്റെ ആ സപ്പോർട്ട് തനിക്ക് ലഭിച്ചപ്പോൾ, with the local support of the high priest, മഹാപുരോഹിതന്റെയും അധികാരത്തെ സപ്പോർട്ട് കിട്ടിയപ്പോൾ, we see that there is no one to stop this Paul. തന്നെ തടസ്സപ്പെടുത്തുവാനായിട്ട് ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. Nobody can stop him. തന്നെ ആർക്കും നിർത്തുവാനായിട്ട് കഴിയുന്നില്ല. Now let us read verse 3. നമുക്ക് അതുകൊണ്ട് 3-ാം വാക്യം വായിക്കാം. And it came about that as he journeyed, he was approaching Damascus, and suddenly a light from heaven flashed around him. തന്റെ ആ ഒരു പ്രയാണം മുമ്പോട്ട് പോയപ്പോൾ ഡമാസ്കോസിന് അടുത്തപ്പോൾ ആ സൂര്യനെ മിന്നുന്ന ഒരു പ്രകാശം അവിടെ വീഴുന്നതായിട്ട് നാം കാണുന്നു. What a great blessed God we have. നമുക്കുള്ളത് എത്ര അനുഗ്രഹീതമായ ഒരു ദൈവമാണ്. A God who can stop this man. ഈ മനുഷ്യനെ നിർത്തുവാൻ തടസ്സം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം. See that Paul never expected to meet this. ഈ ഒരു ഇവന്റ് മീറ്റ് ചെയ്യുവാൻ ഒരിക്കലും പൗലോസ് വിചാരിച്ചില്ല. Whenever he explains about this particular incident again and again in the book of Acts, ഈ ഒരു പ്രത്യേക സംഭവത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തികളിൽ താൻ പിന്നെയും വിവരിക്കുമ്പോൾ, we see that there is a change in the things that he says. താൻ പറയുന്ന ആ ഒരു വിശദീകരണത്തിന് വ്യത്യസ്തത ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു. In verse 3 he said just a light from heaven flashed around me. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്ന് മാത്രമേ ഉള്ളൂ. Let us come to chapter 22. 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Chapter 22 verse 7. 22-ന്റെ 7-ാം വാക്യം. 7 says, I fell to the ground and heard a voice saying to me, Saul, Saul, why are you persecuting me? And if you read verse 6 says, and it came about that as I was on my way approaching Damascus, about noontime, a very bright light suddenly flashed from heaven all around me. ഇവിടെ നാം കാണുന്നത് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി.
ഞാൻ നിലത്ത് വീണു, ശവലേ ശവലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. We see it was the noon time. ഉച്ച സമയമായിരുന്നു. And there is enough light around him. ആവശ്യത്തിൽ അധികം വെളിച്ചം അവിടെ ഉണ്ട്. But he says that a very bright light flashed around me. എന്നാൽ താൻ പറയുകയാണ്, ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. Verse chapter 9 we see a light from heaven. In chapter 22 he is saying a very bright light around me. If you come to chapter 26, please come to chapter 26. 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവിടെ ഒരു വെളിച്ചം എന്ന് മാത്രം, ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം. 22-ലേക്ക് വരുമ്പോൾ ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്ന് നാം കാണുന്നു. If you come to chapter 26, 26-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ let us read verse 13. 13-ാമത്തെ വാക്യം. അവിടെ കാണുന്നത്, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്ത് നിന്നെയും കൂടെയുള്ളവരെയും ചുറ്റി പ്രകാശിക്കുന്നു. Now the degree is different here. ഇതിന്റെ പാരമ്യം വ്യത്യസ്തമായിട്ട് നാം കാണുന്നു. The brightness is increasing as he is explaining these events. വെളിച്ചത്തിന്റെ കാഠിന്യത താൻ പറയുന്നതോറും കൂട്ടിക്കൂട്ടി പറയുന്നതായിട്ട് നാം കാണുന്നു. And he says before to the king Agrippa, he says, at midday, O king, I saw on the way a light from heaven brighter than the sun. അഗ്രിപ്പ രാജാവിന് മുമ്പാകത്ത് നിൽക്കുമ്പോൾ പറയുകയാണ്, നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ പ്രകാശത്തെ കവിഞ്ഞൊരു പ്രകാശം ആകാശത്ത് നിന്ന് കണ്ടു. There is light from the sun. സൂര്യനിൽ നിന്ന് ആവശ്യമായ വെളിച്ചമുണ്ട്. But there is another light that is more brighter, that is making sun dark. സൂര്യനെ തമിക്കത്തക്കവണ്ണം അതിനെ അതിര് കവിയുന്ന ഒരു പ്രകാശനം മറ്റടുത്ത് നിന്ന് വരുന്നതായിട്ട് നാം കണ്ടു. He says that when I compare with this light and with the sunlight, there is a huge difference, my king. രാജാവേ, ഞാൻ ഈ സൂര്യന്റെ പ്രകാശത്തെയും ഞാൻ കണ്ട മറ്റു പ്രകാശത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ടാമത് കണ്ട പ്രകാശം മറ്റതിനേക്കാൾ ഉന്നതമായതാണ്. This is not a similar, this is not a same thing. ഇത് രണ്ടും ഒന്നല്ല. This is not something that is happened in the Bible. വേദപുസ്തകത്തിൽ മറ്റെവിടെ സംഭവിക്കാത്തൊരു കാര്യമാണ്. We see that he is saying, O king, this is far brighter, this is far superior, this is far powerful than the other lights that we രാജാവേ, have. ഈ കണ്ടതായ വെളിച്ചം മറ്റതിനേക്കാൾ മേന്മയേറിയതും അതിനേക്കാൾ ഉന്നതമായതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുമാണ്. We see how Paul is spiritually matured when he explains these events as the day went by. ഈ സംഭവങ്ങൾ കാണുകയും താൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ താൻ വളരെ പക്വതയുള്ള ഒരാളായിട്ട് രൂപാന്തരപ്പെടുന്നതായിട്ട് നാം കാണും. He is saying, the brighter this sun, this is something that I could not continue forward. ഇത് ഞാൻ മുമ്പോട്ട് എനിക്ക് തുടരുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ഇത് വളരെ പ്രകാശമുള്ള അധികമായ ഒരു വെളിച്ചമാണ്. That light stopped me. ആ ഒരു പ്രകാശം എന്നെ അവിടെ തടഞ്ഞു. We see in verse 4, he fell to the ground and heard a voice saying to him, Saul, Saul, why are you persecuting me? അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് താൻ അവിടെ വീഴുന്നതായിട്ട് നാം കാണും. We see that all the documents could not make him stand before that light. തന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരപത്രം ഒന്നും ഈ വലിയ വെളിച്ചത്തിന് മുമ്പാകെ നിൽക്കുവാൻ തന്നെ ശക്തനാക്കിയില്ല, അത് പര്യാപ്തമായിരുന്നില്ല. All the local support that he had could not make him stand before this light. തന്റെ ചുറ്റുപാടുമുള്ള തന്റെ സ്വജനത്തിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചായ ആ സപ്പോർട്ട് താങ്ങ് അതും തന്നെ നിൽക്കുവാൻ പ്രാപ്തനാക്കിയില്ല. All the tradition that he followed, all the teachings that he learned from Gamaliel could not make him stand before this great light. തന്റെ ജീവിതത്തിലുണ്ടായ പാരമ്പര്യങ്ങളോ ഗമാലിയേലിന്റെ വാദവീഴത്തിരുന്ന പഠിപ്പീരോ ജ്ഞാനമോ തന്നെ ഈ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കിയില്ല. The support of the crowd could not make him stand. വളരെ കൂടി വന്ന ആളുകളുടേതായിട്ടുള്ള ആ സപ്പോർട്ട് അവിടെ നിൽക്കുവാൻ തന്നെ സഹായിച്ചില്ല. We see that he fell to the ground. നമ്മൾ വായിക്കുന്നവൻ താഴെ നിലത്തോളം വീഴുവാനിടയായി. My dear brothers, I want to focus here the greatness of our Lord. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ ഔന്നത്യത്തെ ഒന്ന് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. We all are going to meet him one day. നാം അവനെ ഒരു ദിവസം കാണുവാനായിട്ട് പോവുകയാണ്. And my question today is, will we be able to stand properly before him and give him answer? എന്റെ ചോദ്യം എങ്ങനെയാണ്, അങ്ങനെ നാം നിൽക്കുമ്പോൾ അവന്റെ മുമ്പാകെ ശരിയാമണ്ണം നിൽക്കുവാനും അവന് മുമ്പാകെ ഉത്തരം കൊടുക്കുവാനും നമുക്ക് കഴിയുമോ? We all are going to stand before this Lord. നാം എല്ലാവരും ഈ കർത്താവിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് പോകുകയാണ്. We all are going to be judged by his judgments. അവന്റെ മുമ്പാകെ ന്യായവിധിക്കുവാനായിട്ട് നാം നിൽക്കുവാനായിട്ട് പോകുകയാണ്. He will ask and he will question us. അവൻ നമ്മോട് ചോദിക്കുകയും നമ്മളോട് ഉത്തരം അന്വേഷിക്കുകയും ചെയ്യും. I have given all these opportunities to you.
ഞാൻ നിങ്ങൾക്ക് ഈ അവസരങ്ങളെല്ലാം തന്നു. I have given the written holy word to you. നിങ്ങൾക്ക് എഴുതപ്പെട്ട തിരുവചനം കരങ്ങളിലേക്ക് തന്നു. I have given the Holy Spirit to you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നു. I have given you prophets and people of knowledge to teach you from these words. പ്രവാചകന്മാരെയും ദൈവവചനത്തിൽ ജ്ഞാനമുള്ളവരെയും പഠിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് തന്നു. I have given you God's servants. ദൈവത്തിന്റെ ദാസന്മാരെ തന്നു. I have given you elders. ആ മൂപ്പന്മാരെ തന്നു. I have given you deacons. ആ ശുശ്രൂഷകന്മാരെ തന്നു. Have you done that is faithful to me? എന്റെ മുമ്പാകെ വിശ്വസ്തമായുള്ളത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. This is what the Lord requires. ഇതാണ് ദൈവത്തിന് ആവശ്യമായ This കാര്യം. is going to be answered by all of us. നാം എല്ലാവരും ഇതിന് ഉത്തരം പറയുവാനായിട്ട് We പോവുകയാണ്. all are going to stand before the Lord. അവന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് പോവുകയാണ്. All the backgrounds, all the traditions, all the money will not help us that day. നമുക്കുള്ളതായിട്ടുള്ള പണമോ പാരമ്പര്യമോ ഒന്നും നമ്മളെ ആ ദിവസം സഹായിക്കുകയില്ല. We have to stand before Him, അവന്റെ മുമ്പാകെ നാം നിന്നേ മതിയാകൂ. and He will judge us, അവൻ നമുക്ക് ന്യായം വിധിക്കും. and will we be able to stand before this great God? ഈ വലിയവനായ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുമോ? Let us test us, examine ourselves. നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. Let us seek, is there anything that we are doing that is against this Lord? ഈ കർത്താവിനെതിരായി നാം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. We see the Lord is asking this question, why are you persecuting me? കർത്താവ് വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് ശൗലിനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നു? It's a personal question. വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. God is going to judge us personally. ദൈവം നമ്മെ വ്യക്തിപരമായിട്ടാണ് ന്യായം വിധിക്കുന്നത്. We are not going to stand as a church. സഭയായിട്ടല്ല ആ ഉത്തരം പറയുവാൻ അവന് മുമ്പാകെ നിൽക്കുന്നത്. We are not going to stand as a family. കുടുംബമായിട്ടല്ല ഉത്തരം പറയുവാനായിട്ട് പോകുന്നത്. We are going to stand as individuals before this great God. ഈ വലിയ ദൈവത്തിന് മുമ്പാകെ വ്യക്തികളായിട്ട് തന്നെയാണ് നിൽക്കുവാനായിട്ട് പോകുന്നത്. Are you prepared for that event? അതിനായിട്ട് നാം തയ്യാറായിട്ടുണ്ടോ? Now ഒരുക്കമാണോ? here we see this personal question, why are you persecuting me? ഇവിടെ നാം നോക്കുക, ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം, നീ എന്തിന് എന്നെ ഉപദ്രവിക്കുന്നു? He did not ask, why did you kill Stephen? കർത്താവ് ഒരിക്കലും നീ എന്തിന് സ്തെഫാനോസിനെ കൊന്നു എന്ന് ചോദിച്ചില്ല. He did not ask, why are you going house to house killing my people? എന്റെ ജനത്തെ കൊല്ലുവാനായി ഭവനങ്ങളിൽ നിന്ന് ഭവനത്തിലേക്ക് പോകുന്നത് എന്തെന്ന് ചോദിച്ചില്ല. He did not ask, why are you coming to Damascus? ഡെമസ്കസിലേക്ക് എന്തിനു വന്നു എന്ന് ചോദിക്കുന്നില്ല. The question was very clear to him. വളരെ വ്യക്തമായിരുന്നു ശൗലിന്റെ ആ ചോദ്യം. He said, why are you persecuting me? എന്തുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നു? So we need to understand one principle here. ഇവിടെ നാം ഒരു തത്വം മനസ്സിലാക്കണം. Whoever persecutes the church is persecuting Christ. ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിക്കുന്നവൻ ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നെന്ന് മനസ്സിലാക്കണം. The principle is very clear. അവിടെയുള്ളതായ തത്വം വളരെ വ്യക്തമാണ്. If we are hurting the church of God, you are hurting the Lord. കർത്താവിന്റെ സഭയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. If you are hurting the servants of God, you are hurting God Himself. കർത്താവിന്റെ ദാസന്മാരെ ഉപദ്രവിച്ചാൽ കർത്താവിനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. When you murmur and rebel against God's people, you are rebelling against the Lord Himself. കർത്താവിന് അവന്റെ ജനത്തിനെതിരെയും പിറുപിറുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കർത്താവിനെതിരെയാണ് അത് ചെയ്യുന്നത്. And you will be held accountable for this. അതിനെ ദൈവം ഉത്തരവാദികളാക്കി നമ്മെ നിർത്തും. Now he is asking a question here in verse 5. 5-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. And he said, who art thou, Lord? And he replied, Jesus said, I am Jesus whom you are persecuting. നീ ആരാകുന്നു കർത്താവേ എന്നുള്ള ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശു എന്നൊരു ഉത്തരവും അവിടെ നാം കാണും. And in verse 6 he says, but rise and enter the city, and it shall be told to you what you must do. മാത്രമല്ല 6-ാം വാക്യത്തിൽ പറയുകയാണ്, എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. Here we see how the Lord is requesting, or not requesting, he's telling that what I'm going to tell you, you have to do. There is no other options here. കർത്താവ് അവനോട് ഒരു തരത്തിൽ പറയുകയാണ്, ഞാൻ നീ ചെയ്യേണ്ടത് എന്തെന്ന് പറയും, നിനക്ക് അവിടെ വേറെ ഉപാധികളൊന്നും ഇല്ല. Yes, you came with people. ശരിയാണ്, നീ ആൾക്കാരെ കൂട്ടി വന്നു. You came for a different purpose. നീ ഒരു വ്യത്യസ്തമായ ഒരു ഉദ്ദേശമായിട്ട് വന്നു. But now I will tell you what you have to do. എന്നാൽ ഞാനിപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് പറയുവാനായിട്ട് പോവുകയാണ്. This is something that we all have to understand.
നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ്. After becoming Christians, ക്രിസ്ത്യാനി ആയി കഴിഞ്ഞതിന് ശേഷം, after calling Jesus as Lord, കർത്താവിനെ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം, we have to do what He wants us to do. അവന് നമ്മെ പറ്റി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നാം ചെയ്യേണ്ടത്. Not what I wanted to do. എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ചെയ്യുകയല്ല. I wanted to do so many things. നമുക്ക് വളരെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യണമായിരിക്കും. I wanted to make money. I wanted to go and build my career. ഒരുപക്ഷെ പണം സമ്പാദിക്കണം, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണം, അതൊക്കെ ആയിരിക്കാം. But the question here is, I will tell you what you have to do. എന്നാൽ ചോദ്യം ഇങ്ങനെയാണ്, നീ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിന്നോട് പറയും. It's not the other way around. എന്നാൽ മറിച്ചുള്ള ഒരു സംഹിതയല്ല അത്. Sometimes as Christians we forget these things. എന്നാൽ നാം ക്രിസ്ത്യാനികൾ എന്നുള്ള ഈ കാര്യം പലപ്പോഴും മറന്നു പോകാറുണ്ട്. As believers we forget what Lord wants us to do. വിശ്വാസികൾ എന്ന നിലയിൽ കർത്താവ് നമ്മെ പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത് നാം പലപ്പോഴും മറന്നു പോകും. In verse 15 we read what is the plan and purpose for this man. Verse 15 says, "But the Lord said to him, Go, for he is a chosen instrument of mine to bear my name before Gentiles and kings and the sons of Israel, and I will show him how much he must suffer for my name's sake." ദൈവത്തിന്റെ ആഗ്രഹവും പദ്ധതിയും എന്താണ് എന്നുള്ളത് 15-ാം വാക്യത്തിൽ പറയുകയാണ്. അവൻ രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാത്രമാകുന്നു. God's plan and purpose was very clear to Paul. ദൈവത്തിന്റെ പദ്ധതിയും ആഗ്രഹവും പൗലോസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരുന്നു. He has to stand before people. He has to stand before kings. He has to stand before the sons of Israel. രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ജനങ്ങൾക്കും ജാതികൾക്കും മധ്യേ അവൻ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. And we see that the remaining chapters we see how God used this man. തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ ഈ മനുഷ്യനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. We see how he went missionary journeys, and after missionary journeys how many churches was established. എന്റെ ആ സുവിശേഷ യാത്രകളിൽ താൻ എങ്ങനെ യാത്ര ചെയ്തെന്നും എത്രമാത്രം സഭകൾ സ്ഥാപിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We know how many lectures was written by this particular man. താൻ എത്രമാത്രം ലേഖനങ്ങൾ എഴുതി എന്നുള്ളത് നാം കാണുന്നു. Once a murderer, once a persecutor of the church, but now became an apostle of the Lord. കൊലപാതകനും സഭയെ ഉപദ്രവിച്ച ഒരാള് കർത്താവിന്റെ അപ്പോസ്തലനായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. One last thing I want to mention here. അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Sometimes God is a God who gives a second chance to the believers. ദൈവം വിശ്വാസികൾക്ക് എപ്പോഴും പിന്നെയും ഒരു അവസരം കൂടെ നൽകുന്ന ഒരു ദൈവമാണ്. If God did not give the second chance in